ചെറിയ യാത്രയിലാണ്. ആണോ? ആ. എങ്ങോട്ട്? എവിടേക്ക്? ഞാൻ കേരളത്തിൽ നിന്ന് കാശ്മീരിലോട്ടുള്ള ഒരു യാത്രയിലാണ്. ഓ, കാശ്മീരിലേക്ക്? അതെ. ഇത് പുറകിലൊരു ആളുണ്ടല്ലോ, ഇതായിരുന്നു? അതെ അതെ, നമ്മുടെ വീട്ടിലെ ഒരു കുടുംബാംഗം തന്നെ. ഓ, കൂട്ടിന് ആളുണ്ടല്ലേ? അതെ അതെ അതെ. അടിപൊളി. ഈ സൈക്കിളിൽ കാശ്മീർ വരെ? അതെ. തിരുവനന്തപുരത്ത് നിന്ന്? അല്ല, എവിടുന്ന് തുടങ്ങി? കോട്ടയത്ത് നിന്ന് കടൽ മേഖല മുഴുവൻ കറങ്ങി, പാറശാല പോയി, കേരളത്തിന്റെ അതിർത്തിയിലൂടെ യാത്ര ചെയ്ത് നമ്മള് ഇപ്പം മലയോര ഹൈവേ കയറി പോരുകയാണ്. ഓ, കോട്ടയം തുടങ്ങിയിട്ട്? അതെ. ചേട്ടൻ കോട്ടയത്ത് യാത്ര തുടങ്ങിയില്ലേ? കോട്ടയത്ത് യാത്ര തുടങ്ങിയിട്ട് നേരെ അപ്പർ കുട്ടനാട്, അതായത് നീണ്ടൂർ മുതലുള്ള ഭാഗം, കോട്ടയത്തിന്റെ നീണ്ടൂർ ഭാഗവും പത്തനംതിട്ട ജില്ലയുടെ താഴ്ന്ന പ്രദേശവുമാണ് അപ്പർ കുട്ടനാട്. അതുപോലെ തന്നെ കുട്ടനാട്, നമ്മുടെ ആലപ്പുഴ മുക്കാൽ ഭാഗത്തോളം കുട്ടനാട് പ്രദേശമാണ്. അപ്പൊ ലോ ആൾട്ടിറ്റ്യൂഡ് ടു ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്നുള്ള ഒരു തീമിലാണ് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. അതെ. പിന്നെ കൂടാതെ കേരളത്തിന്റെ പ്രശസ്തി മറ്റ് നാടുകളിലേക്ക് എത്തിക്കുക. അതെ അതെ. അപ്പൊ അതുകൊണ്ട് 14 ജില്ലകളും യാത്ര ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാൻ അന്യ സംസ്ഥാനങ്ങളിലോട്ട് കടക്കുന്നുള്ളൂ. അതായത് ചേട്ടൻ ആലപ്പുഴ സ്വദേശിയാണ്? അല്ല, കോട്ടയം അതിരമ്പുഴ സ്വദേശിയാണ്. ചേട്ടൻ കോട്ടയം അതിരമ്പുഴ സ്വദേശിയാണ്. ചേട്ടന്റെ പേരെങ്ങനെയാണ്? ജോബിൻ സെബാസ്റ്റ്യൻ എന്നാണ് എന്റെ പേര്. പക്ഷെ എന്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ജോപ്പൻ എന്നാണ്. അറിയപ്പെടുന്നത് ജോപ്പൻ എന്നാണ്. ഒരു സഞ്ചാരിയാണ്. അതെ അതെ. ചേട്ടൻ ഇപ്പൊ 1 മാസം കഴിഞ്ഞ്. ശരി. വീട് കോട്ടയം അതിരമ്പുഴ. ഇപ്പൊ അവിടുത്തെ വീഡിയോക്കാർ ചാനലുകാർ വന്നിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. ഇനിയിപ്പോ ഞാൻ നേരെ കോന്നി എത്താന്ന് ഓർത്തായിരിക്കുന്നു. കോന്നിന്ന് നേരെ നിരക്കിലൊന്ന് പോകണം. നിരക്കില്ല, അവിടെ വരെ കയറ്റത്തൊന്നും കേട്ട്. യാത്ര കാശ്മീർ വരെ 14 ജില്ലയും കവർ ചെയ്ത് 28 സ്റ്റേറ്റും കവർ ചെയ്ത് 8 കേന്ദ്രഭരണ പ്രദേശം കവർ ചെയ്തതിന് ശേഷം ലാസ്റ്റ് പോയിന്റാണ് കാശ്മീർ. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ എത്ര വയസ്സായി? എനിക്കിപ്പം 48 വയസ്സ്. 48 വയസ്സായി. അപ്പം ചേട്ടൻ കാശ്മീർ ചെല്ലുമ്പോൾ 50 വയസ്സാവും. 50 വയസ്സ് കഴിയും. 50 അവിടെ ആഘോഷിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. 50ാമത്തെ വയസ്സിന്റെ ബർത്ത്ഡേ ആഘോഷം കാശ്മീരിൽ നടക്കണമെന്നാണ് ചേട്ടൻ്റെ ആഗ്രഹം. അതൊന്നും ദൈവം തമ്പുരാൻ സാധിച്ചു തരട്ടെ. എത്രയും പെട്ടെന്ന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സുഗമമായി കാശ്മീരിൽ എത്തട്ടെ എന്നാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എന്താ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് കാരണം എന്താണ്? ഇല്ല, കുറച്ച് നാളായിട്ട് ഞാൻ പലപ്പോഴായിട്ട് ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുന്നതാണ്. അതെ, ചെറുപ്പം തൊട്ടേ ഇതിനോടൊരു ക്രേസ് ഉള്ള ആളാണ്. ഭക്ഷണമൊക്കെ എങ്ങനെയാ? കുഞ്ഞിയുടെ ഭക്ഷണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. പെഡിഗ്രി വാങ്ങിച്ച് കൊടുക്കും. പിന്നെ മുട്ട 2 ദിവസം കൂടുമ്പോൾ ഒരു മുട്ട കൊടുക്കും അല്ലേ? ചേട്ടനപ്പോൾ യാത്ര സാമ്പത്തികമൊക്കെ എങ്ങനെ കണ്ടെത്തും? അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ സഹായിക്കുന്നത്. എൻ്റെ ഒരു കസിൻ ബ്രദറിനൊരു എഞ്ചിനീയറിംഗ് വർക്ക്സ് ഉണ്ട്, JJ എഞ്ചിനീയറിംഗ് വർക്ക്സ് അതിരമ്പുഴ. അവിടുത്തെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെയാണ് സഹായിക്കുന്നത്. പിന്നെ വിദേശത്തുള്ള 1-2 ഫ്രണ്ട്സ് സഹായിക്കുന്നുണ്ട്. മറ്റു പലരും സഹായിക്കാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് നമുക്കത് പ്രതീക്ഷ നൽകി. പക്ഷേ അത് പിന്നീട് നമുക്ക് മനപ്രയാസത്തിനായി. എന്തായാലും നമ്മൾ അതുകൊണ്ട് യാത്ര മുടക്കുന്നില്ല. ഇല്ലില്ല, തീർച്ചയായിട്ടും അത് മുടക്കാനുള്ളതല്ലോ യാത്ര എന്ന് പറഞ്ഞ ഒരു ക്രേസാണ്. ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിയിരിക്കും. അത് എത്ര തടസ്സം ഉണ്ടെങ്കിലും നമ്മൾ പോയിരിക്കും. അതിരമ്പുഴ വന്ന ടീമുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇവരെന്തിയേ? അപ്പോഴത്തെ നമ്മുടെ അതിരമ്പുഴ വന്ന് 4 ദിവസം സ്റ്റേ അടിച്ച പാർട്ടികളെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കാശ്മീരിനാണ്. നിങ്ങളിങ്ങ ഈ റൂട്ടിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ അതിരമ്പുഴക്കാരനാ. നമ്മുടെ മക്കളാ കൊണ്ടുപോകും. അവിടെ നിങ്ങൾക്കൊരു ചെറിയ സംഭാവന കൊണ്ടുവന്ന് ഇടയ്ക്ക് കൊണ്ടുവന്ന് 2 പിള്ളേർ കൊണ്ടുവന്നില്ലേ? അവന്മാര് ചുമ്മാ ഒരു കാശ്മീർ യാത്ര. എടുക്കാം. ഇവിടെ ചാരി വെക്കാനൊരു സൗകര്യം കിട്ടുമോ?
നല്ല വെയിറ്റ് ആണേ, 50 കിലോ ഉണ്ട്. ആ, നിങ്ങൾ 3 പേര് ചവിട്ടുന്നു, ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടുന്നു. ഞാൻ ഇവിടുന്ന് പത്തനാപുരത്തുനിന്ന്. ആ, ഇനി ഇങ്ങനെ മലയോരം കയറുക, കടലോരം കഴിഞ്ഞ്. കടലോരം അല്ലല്ല, ഓൾ ഇന്ത്യ. ലാസ്റ്റേ ഉള്ളു കാശ്മീരിൽ ചെല്ലത്തുള്ളൂ. ഹലോ മിസ്റ്റർ പെരേര. അപ്പോഴത്തെ മിഷൻ 1 റുപ്പി എന്നുള്ള ടീമിനെ ഞാനിപ്പോൾ കൂടുതൽ ഭാഗത്ത് വെച്ച് കണ്ടിരിക്കുകയാണ്. അവരിവിടെ അവരുടെ സൈക്കിളിൻ്റെ മെയിൻ്റനൻസ് പണിക്ക് വേണ്ടി ഒരു വർക്ക്ഷോപ്പിൽ നിൽക്കുമ്പോഴാണ് ഞാനവിടെ എത്തിയത്. ഇവർ മുൻപ് നമ്മുടെ അതിരമ്പുഴയിൽ എത്തിയിരുന്നു. അതിരമ്പുഴയിൽ വെച്ച് നമുക്കിവരെ കാണുവാൻ സാധിച്ചതാണ്. അപ്പോൾ അവരും കാശ്മീരിലോട്ടുള്ള യാത്രയിലാണ്. വയനാട് ടു കാശ്മീരാണ്. ഞാൻ കോട്ടയത്തു നിന്നാണ് കാശ്മീരിലേക്ക് യാത്ര ചെയ്യുന്നത്. പക്ഷേ കേരള ടു കാശ്മീർ എന്നാണ് എൻ്റെ ഒരു തീം. അവർ വയനാട്ടിൽ നിന്ന് കാശ്മീരിലേക്ക്, അതായത് കേരളം മുഴുവൻ കറങ്ങിയതിന് ശേഷമാണ് അവരും കാശ്മീരിലോട്ടുള്ള യാത്ര. അതുപോലെ തന്നെയാണ് എൻ്റെ ഒരു യാത്രയും. കേരളം മുഴുവൻ കറങ്ങിയിട്ട് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങൾ തമ്മിലുള്ള ഒരുമ എന്ന് പറഞ്ഞാൽ രണ്ടും സൈക്കിളിലാണ്. അവർ 2 സൈക്കിൾ ചവിട്ടുന്നു, ഞാൻ ഒറ്റ സൈക്കിൾ ചവിട്ടുന്നു. അവർ പക്ഷേ വ്യത്യാസം വളരെ വലുതാണ്. അവർ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഒരു 50 വയസ്സിന് മുൻപ് കണ്ടു തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ഇതാണ് അവരുടെ വാഹനം. അവർ 2 പേര് കിടക്കുന്നതും എല്ലാം ഒരു ക്യാമ്പർ വാൻ പോലെയാണ്, സൈക്കിൾ ക്യാമ്പർ വാനാണ് ഇത്. ഇപ്പോഴത്തെ എഴുതിയിട്ടുണ്ട് സൈക്കിൾ കാരവാൻ റൈഡെന്ന്. ശരിക്കും ഇതൊരു ക്യാമ്പർ വാനാണ്. ഇതിൻ്റെ മുകളിൽ സോളാറൊക്കെ വെച്ചിട്ടാണ് അവരുടെ യാത്ര. 4 സോളാർ പാനലുകൾ വെച്ച് അത് ഭംഗിയാക്കിയിരിക്കുന്നു. കൂടാതെ സ്റ്റെപ്പിന് ടയറുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു എക്സസ് ഫാനുണ്ട്. ഇതെല്ലാം സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ കുഞ്ഞി ഇവിടെയുണ്ട്. അവൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എക്സസൈസൊക്കെ ചെയ്ത് ഇതുവഴി നടക്കുകയാണ്. അപ്പോൾ ഇവരിപ്പോൾ ഇവിടെ ഇല്ല, അവർ വെളിയിലോട്ട് പോയതാണ്. അവർ വരുമ്പോൾ നമുക്ക് അവരുടെ ഒരു യാത്രയുടെ ലക്ഷ്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇന്ന് ഞാനുള്ളത് കലഞ്ഞൂർ ഭാഗത്താണ്. പത്തനാപുരത്തു നിന്നും സൈക്കിൾ ചവിട്ടി നമ്മൾ കലഞ്ഞൂരിലേക്ക് വരുന്ന വഴിയിലാണ് നമ്മൾ ഈ വാഹനം എൻ്റെ കണ്ണിൽപ്പെടുന്നത്. അപ്പോൾ ഇവർ യാത്ര തുടങ്ങാൻ പോവുകയാണ്. കൈവെക്കണോ? മഴയാറുന്നുണ്ട്. അപ്പോഴത്തെ 1 റുപ്പി മിഷനുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങളാണിത്. അവർ 2-3 ദിവസമായിട്ട് അവരുടെ വണ്ടിക്കൊരു ചെറിയ പണി വന്നുകൊണ്ട് ഈ വർക്ക്ഷോപ്പിലാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഞാനും ഇപ്പോൾ ഈ വർക്ക്ഷോപ്പിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഉദയ ജംഗ്ഷൻ, കലഞ്ഞൂരുള്ള ഉദയ ജംഗ്ഷനിലാണ് ഈ വർക്ക്ഷോപ്പ്. GR എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ വർക്ക്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വയനാട്ടിലെ 2 സുഹൃത്തുക്കളാണ്. കേരളത്തിലുള്ള ഒട്ടുമുക്കാൽ ആളുകൾക്കും പരിചയമുള്ള 2 സുഹൃത്തുക്കളാണിത്. അതുപോലെ തന്നെ ഈ വാഹനവും ഏറെ പ്രിയപ്പെട്ടതാണ്. മലയാളക്കരയ്ക്ക് മൊത്തം പ്രിയപ്പെട്ട ഒരു വാഹനമാണിത്. മറ്റൊന്നുമല്ല, 1 രൂപയ്ക്ക് 5 വീടുകളാണ് ഇവർ നിർമ്മിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മൾ നൽകുന്ന ഓരോ രൂപയും നിർധനരായ കുറച്ച് പേർക്ക്, അംഗവൈകല്യമുള്ള കുറച്ച് പേർക്ക് ഒരു ഭവനമായി മാറാനാണ് ഇവരുടെ ഈ യാത്ര. ഏകദേശം 2 വർഷമായി ഇവർ ഈ യാത്ര ആരംഭിച്ചിട്ട്. അപ്പോൾ ഈ യാത്രയുടെ സാരഥികളെ നമുക്ക് പരിചയപ്പെടാം. ഹലോ സാർ. നിജിൻ എന്നാണ് സാർ പേര് പറഞ്ഞു? നിജിൻ. അപ്പോൾ നിങ്ങളുടെ ഈ മിഷൻ എങ്ങനെയാണ്, എപ്പോഴാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്? ഞങ്ങൾ 2 പേരും എടുത്തൊരു തീരുമാനത്തിൽ ഇറങ്ങിയതാണ്. ഏകദേശം 2021 ഡിസംബർ 10 നമ്മൾ വയനാട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം 2.5 വർഷം കഴിഞ്ഞു.
ഇപ്പം നമ്മൾ വയനാട് തുടങ്ങി ഇപ്പം കാസർഗോഡ് മുതൽ ഇപ്പം 11ാമത്തെ ജില്ലയായി ഇപ്പം. അതെ. ഇനിയിപ്പം തിരുവനന്തപുരം കഴിഞ്ഞാൽ നമ്മളെ ഇത് കഴിയും. കേരളത്തിലെ 12ാം ജില്ലയായി. കേരളത്തിൽ നമ്മൾ ടോട്ടൽ പിന്നെ വയനാട് നമ്മൾ ലാസ്റ്റാണ് പിടിക്കുന്നത്. ഓക്കെ. അപ്പോൾ കേരളത്തിലെ 12 ജില്ലകളും കഴിഞ്ഞു, ഇനി 13ാമത്തെ ജില്ലയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതെ അതെ. അപ്പോൾ ഈ യാത്രയിലെ നിങ്ങളുടെ അനുഭവങ്ങളൊന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒരുപാട് വരും, പറയാണെന്ന് ഒരുപാടുണ്ട്. കാരണം അല്ല, എന്നാലും മനസ്സിൽ തട്ടിയ ചില അനുഭവങ്ങൾ കാണുമല്ലോ. എന്താണെന്ന് വെച്ചാൽ ചുരുക്കം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഇറങ്ങിയിരിക്കുന്ന ഇങ്ങനത്തെ ഒരു കാര്യത്തിനുണ്ട്. 5 ഭിന്നശേഷിക്കാർക്ക് കൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഏറ്റവും വലിയ നമുക്ക് സന്തോഷം എന്ന് പറയുന്നത്. അതും പല സ്ഥലത്ത് ചെന്നാൽ ഒരുപാട് ബന്ധങ്ങൾ കിട്ടുന്നു, നല്ല നല്ല മനസ്സിന് ഉടമകളായ വ്യക്തികളെ കിട്ടുന്നു. നമുക്ക് വണ്ടിപരമായിട്ടും നമുക്ക് ആരോഗ്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ അത് അവരുടെ എല്ലാം ഉള്ളിൽ ഒരു നല്ല മനസ്സുള്ളതുകൊണ്ടാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ കേരളത്തിലെ മിഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര തുടരുന്നത്? ഞങ്ങളൊരു തിരുവനന്തപുരം കഴിയുമ്പോഴത്തേക്ക് 5 വീടും കംപ്ലീറ്റ് ആക്കും. അതിനുശേഷം പിന്നെ നമ്മൾ തമിഴ്നാട് വഴി അങ്ങനെയാണ് നമ്മൾ കാശ്മീരിലേക്ക് യാത്ര പോകുന്നത്. അത് കഴിഞ്ഞ് ഒരു ലോങ് ട്രിപ്പ് തന്നെയാണ്. ലോങ് ട്രിപ്പ് തന്നെ. അതെ, ഇപ്പോൾ ഉള്ള ഈ 2 വർഷത്തെ ട്രിപ്പിനെ കഴിഞ്ഞും ഉപരിയായിട്ടുള്ള ഒരു ട്രിപ്പാണ് ഈ വരാൻ പോകുന്നത്. അപ്പോൾ അതിന് പുതിയൊരു മിഷൻ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ? ഒന്നുമില്ല, ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ? ഇതാണ് നമ്മുടെ ഏറ്റവും ഒരു അൾട്ടിമേറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 5 കുടുംബങ്ങളെ സഹായിക്കാന്നുള്ളത്. ശരി. അതിനുശേഷം ഞങ്ങൾ ജസ്റ്റ് ഒരു യാത്ര എന്ന് മാത്രമേ അടിച്ചുപൊളിക്കാൻ വേണ്ടി മാത്രം പോകുന്നു. ഓക്കെ. അപ്പോൾ ഈ വാഹനത്തിൽ മറ്റൊരാൾ കൂടിയുണ്ട്. ഹലോ. നമസ്കാരം. പേര് പറഞ്ഞോളൂ സാർ. എൻ്റെ പേര് റനീഷ് എന്നാണ്. ഞാൻ വയനാട് അമ്പലവയലാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് യാത്ര. ഇതിനകത്ത് 2 സൈക്കിളുണ്ട്. രണ്ടുപേരും സെപ്പറേറ്റ് ഇങ്ങനെ ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ 2 പേർക്ക് ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണടിക്കാൻ നോണൊക്കെ ഉണ്ട്. മേളിൽ സോളാർ ഉണ്ട്, ലൈറ്റ്, ഫാന്, ഫോൺ ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ നടക്കും. പിന്നെ ചെറിയൊരു അടുക്കളയുണ്ട്, ആവശ്യ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ മിഷന്റെ ഭാഗമായിട്ട് ഈ 5 വീടുകളുടെ പണികൾ എവിടം വരെയായി? ഏകദേശം ഞങ്ങൾ തറേന്റെ പണികളൊക്കെ തീർത്തു. സ്ഥലമൊക്കെ വാങ്ങി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ആൾക്കാർ തന്ന പൈസ കൊണ്ട് സ്ഥലമൊക്കെ വാങ്ങിയത്. ഇനിയിപ്പോൾ ഓരോ വീട് ചെയ്യണം. എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് 5 വീടുകൾ കംപ്ലീറ്റ് ആക്കി അവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ 5 ഭിന്നശേഷിക്കാരായ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ എല്ലാം സെറ്റ് ആക്കാനുള്ള ഒരു പരിപാടിയാണ് ജീവിതത്തിൽ ഒരു ചെറിയൊരു അടയാളപ്പെടുത്തൽ. അതുപോലെ തന്നെ ഈ നമ്മള് ഹരിത വിപ്ലവമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ വീടുകൾക്ക് നിങ്ങൾ സോളാറാണോ ഉദ്ദേശിക്കുന്നത്? അതെ, എല്ലാ വീടിനും സെപ്പറേറ്റ് സോളാർ ഉണ്ടാവും. കോമൺ ആയിട്ട് ഒരു ടാങ്ക് ഉണ്ട്, അതുപോലെ കോമൺ ആയിട്ട് ഒരു കിണറുണ്ടാവും. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കുടുംബങ്ങൾക്ക് സുഖമായിട്ട് ജീവിച്ചു പോകാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ ശേഷം ബാക്കി അവർ തന്നെ ചെയ്യണം. നമ്മൾ ആദ്യം അവർക്ക് ജീവിച്ചു പോകാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആ കോമ്പൗണ്ടിൽ തന്നെ സെറ്റാക്കണം. അതിന്റെ ഒരു ഭാഗമായിട്ടാണോ നിങ്ങളുടെ വണ്ടി തന്നെ സോളാറിൽ തന്നെ ഓടട്ടെ എന്ന് വിചാരിച്ചത്? തീർച്ചയായിട്ടും. ചെലവൊരിക്കലിന്റെ ഏറ്റവും വലിയ മാർഗം തന്നെയാണ്. എണ്ണയൊന്നും അടിക്കണ്ട, ഈ വണ്ടിക്ക് ഇൻഷുർ വേണ്ട, ടാക്സ് വേണ്ട, ലൈസൻസ് വേണ്ട, ഇന്ധനങ്ങളൊന്നും വേണ്ട. മാൻ പവറിൽ വർക്ക് ചെയ്ത് പോകുന്ന സാധനമാണ്. പിന്നെ സോളാർ ഉള്ളതുകൊണ്ട് ചെറിയൊരു മോട്ടോർ വെച്ചിട്ടുണ്ട്. അപ്പൊ കയറ്റം കയറാനും റിവേഴ്സ് ഒക്കെ പോകാൻ അങ്ങനെ സപ്പോർട്ട് കിട്ടും. ലളിതമായ ഒരു യാത്ര. അപ്പൊ ഈ വണ്ടി നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിന്റെ കുറെ കൂട്ടുകാർ കാണുമല്ലോ ഇതിന്റെ ഒരു കോർഡിനേഷന് വേണ്ടി. അപ്പോൾ അവരെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ശരിക്കും ഈ വണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഒരു മഴക്കാലത്താണ്. കണ്ണൂർ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തത്. കോഴിക്കോട് വടകര എത്തിയപ്പോഴാണ് ഉണ്ടാക്കുന്നത്. ഒരു സ്പോൺസർ സഹായം ഉണ്ടായിരുന്നു, റെയിമി എന്ന് പറഞ്ഞ പൊട്ടുപൊടിയുണ്ട്. അപ്പൊ ഞങ്ങളുടെ 2 പേരുടെയും തലയിൽ വന്ന ചെറിയൊരു ഐഡിയ ആണ് ഈ വണ്ടി. ഇതിനെ ഇങ്ങനെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് 1-2 പേരുടെ ചെറിയ സഹായങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മെയിനായിട്ട് നമ്മൾ തന്നെയാണ് ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നമ്മുടെ ഐഡിയയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. പറഞ്ഞ പോലെ സ്പോൺസർമാരുണ്ടായിരുന്നു. റെയിമിന്റെ പുട്ടുപൊടിന്റെ ആളുണ്ട്. പിന്നെ ഇതിനകത്തൊരു ഫ്യൂസ് ബാറ്ററീസിന്റെ ഒരു പരസ്യമുണ്ട്. അവരും 2 പേരും കൂടിയാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ. എന്തായാലും ഈ അവസരത്തിൽ അവർക്കും ഒരു നന്ദിയും കൂടെ പറയുന്നു. അപ്പോൾ നിങ്ങളുടെ യാത്രയെല്ലാം സഫലമാകട്ടെ. നിങ്ങളുടെ തുടർന്നുള്ള യാത്രകളും, അതായത് കേരളം വിട്ട് കാശ്മീർ വരെയുള്ള ആ യാത്ര വളരെ ഭംഗിയായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. ബൈ. അപ്പോഴത്തെ ഇവർ അടുത്ത യാത്ര കൊല്ലം വഴി തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ താഴെ നിന്ന് വണ്ടി ഇങ്ങോട്ട് കയറ്റി. അപ്പോൾ 2 ദിവസം അവരുടെ കൂടെ തങ്ങാൻ പറ്റിയതാണ് നമുക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യം. ഓക്കെ. See you.